ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൂടി നമുക്ക് ചേരുന്നു. അലോഷ്യസ് സേവ്യർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ താങ്കൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ, ഈ മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന സംഭവം, KSU SFI സംഘർഷം. എന്താണ് താങ്കൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം? SKN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം 24-ാം തീയതിക്ക് ശേഷം തുടങ്ങുമ്പോൾ നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം SFIയുടെ കയ്യിലായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ KSU MSF നേതൃത്വം നൽകുന്ന മുന്നണി UDSF മുന്നണി ഭരണം തിരിച്ചുപിടിച്ചതിന്റെ അസ്വസ്ഥത ആ യൂണിവേഴ്സിറ്റി യൂണിയൻ SFIക്ക് നഷ്ടപ്പെട്ട ഘട്ടം മുതൽ ഇത്തരത്തിലേക്കുള്ള ഒരു അസ്വസ്ഥത വിവിധ ഇടങ്ങളിൽ SFIയുടെ ഭാഗത്തുനിന്ന് പ്രകടമായിരുന്നു. ഡിസോൺ കലോത്സവം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൃശൂർ ജില്ലയിൽ നടക്കുന്ന ഇതിന്റെ ആദ്യ ദിവസം മുതൽ വ്യത്യസ്തമായ രീതിയിൽ, ഇതിനെ ആസൂത്രിതമായ രീതിയിൽ സംഘടിച്ചു വന്നിട്ട് ഈ കലോത്സവത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേദികളിൽ മനഃപൂർവ്വമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും SFIയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അടുത്ത് SFIയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ വേണ്ട നടപടികൾ എടുക്കണമെന്ന് പറയുമ്പോഴും അതിനെല്ലാം വളരെ ലാഘവത്തോട് നോക്കിക്കാണുന്ന ഒരു പോലീസിംഗ് സംവിധാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്, തുടക്കം മുതൽ ഒരു ആസൂത്രണം ഈ കലോത്സവത്തെ അലങ്കോലപ്പെടുത്തുക, അല്ലെങ്കിൽ SFI കലോത്സവം നടത്തുമ്പോൾ മാത്രമേ അത് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. വലിയ രീതിയിലേക്കുള്ള ആക്രമണമാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ ഉൾപ്പെടെ വനിതാ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ ജൂറികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സ്റ്റേജുകളിൽ കയറി കയ്യേറ്റം ചെയ്യുന്ന അതാണ് ഈ വിഷയങ്ങളുടെ തുടക്കമായി ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് KSU നോക്കിക്കാണുന്നത്. തുടർ പ്രതികരണങ്ങൾ അധികം വൈകാതെ തന്നെ നൽകാൻ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.